19ാമത്തെ പൂഴിക്കടകൻ പുറത്തെടുത്ത് നരേന്ദ്രമോദി പാർലമെന്റിലേക്ക് ഇറങ്ങി തിരിച്ചതിന് പിന്നാലെ ഒറ്റവെട്ടിന് ആ നീക്കത്തെ മുറിച്ചു മാറ്റുകയാണ് സോണിയാഗാന്ധി. 8 വർഷങ്ങൾക്കിപ്പുറം സോണിയാഗാന്ധി പുറത്തെടുത്ത മോദിയുടെ മേശപ്പുറത്തിരുന്ന് പൊടിപിടിച്ച ആ പഴയ ഫയൽ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് തന്നെ കനത്ത തിരിച്ചടിയാവുകയാണ്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ കൊണ്ടുപിടിച്ച തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ സ്ത്രീ സംവരണം എന്ന തുറുപ്പ് ചീട്ടെറിഞ്ഞ് പ്രതിപക്ഷത്തെ തകർക്കാൻ മോദി ശ്രമിച്ചെങ്കിൽ 12 വർഷങ്ങൾക്കിപ്പുറം വോട്ടിംഗിലൂടെ പാർലമെന്റിനുള്ളിൽ മോദിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് സമാനതകളില്ലാത്ത പ്രഹരമാണ്. വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ ബി.ജെ.പി. രാഷ്ട്രീയ നാടകം കളിക്കുമ്പോൾ വസ്തുതകൾ നിരത്തി അതിനെ പൊളിച്ചെടുക്കുകയാണ് കോൺഗ്രസ്. ലോക്സഭയിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ടയച്ച കത്തുകളാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. 2017 സോണിയാഗാന്ധിയും 2018 രാഹുൽ ഗാന്ധിയും അയച്ച കത്തുകൾ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എക്സിലൂടെ പങ്കുവച്ചതോടെ ബി.ജെ.പിയുടെ അവകാശവാദങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ്. വനിതാ സംവരണത്തിന് അടിത്തറ പാകിയത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണെന്ന ചരിത്രപരമായ സത്യം സോണിയാഗാന്ധി തന്റെ കത്തിൽ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1989 പഞ്ചായത്തുകളിലും നഗരസഭകളിലും സ്ത്രീ സംവരണം കൊണ്ടുവരാൻ ആദ്യം ശ്രമിച്ചത് കോൺഗ്രസും രാജീവ് ഗാന്ധിയുമായിരുന്നു. അന്ന് ആ നീക്കത്തെ എതിർത്തവർ ഇന്ന് സ്ത്രീകളുടെ രക്ഷകരായി വേഷം കെട്ടുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന സന്ദേശമാണ് ഈ കത്തുകൾ നൽകുന്നത്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ തന്നെ വനിതാ സംവരണ ബില്ല് പാസാക്കണമെന്ന് 2018 രാഹുൽ ഗാന്ധി കത്തിലൂടെ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അതിനോട് മുഖം തിരിച്ചു നിന്ന മോദി സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഈ വിഷയം ഉയർത്തുന്നത് രാഷ്ട്രീയ കാപട്യമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കഴിഞ്ഞ 8 വർഷമായി ഈ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഉറങ്ങിക്കിടന്ന സർക്കാർ ഇപ്പോൾ മണ്ഡല പുനർനിർണയവുമായി ഈ ബില്ലിനെ കൂട്ടിക്കെട്ടി വനിതാ സംവരണം വീണ്ടും വൈകിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മോദി സർക്കാരിന്റെ പരാജയം വ്യക്തമാകും. 3ൽ 2 ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കാൻ പറ്റൂ. ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 489 അംഗങ്ങൾ വോട്ട് ചെയ്തതിൽ വെറും 278 പേർ മാത്രമാണ് ബില്ലിനെ പിന്തുണച്ചത്. 211 അംഗങ്ങൾ ബില്ലിനെ എതിർത്തു. 537 അംഗങ്ങളുള്ള ലോക്സഭയിൽ ഭേദഗതി പാസാക്കാൻ 360 പേരുടെ പിന്തുണ വേണമെന്നിരിക്കെ വെറും 278 വോട്ടുകളിൽ ബി.ജെ.പിയുടെ മോഹങ്ങൾ ഒതുങ്ങിപ്പോയി. ഭരണപക്ഷമായ NDAക്ക് ലോക്സഭയിൽ നിലവിൽ 293 അംഗങ്ങളാണുള്ളത്. 67 സീറ്റുകളുടെ കുറവാണ് അവർക്കിവിടെ നേരിട്ടത്. രാജ്യസഭയിലും സ്ഥിതി വ്യത്യസ്തമല്ല. 142-ലധികം സീറ്റുകൾ ഉണ്ടായിട്ടും അവിടെയും 21 സീറ്റുകളുടെ കുറവാണ് ബില്ല് പാസാക്കാൻ NDA നേരിടുന്നത്. സ്ത്രീകളുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴെല്ലാം നിശബ്ദത പാലിച്ചവർ ഇപ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ നീക്കങ്ങൾ രാജ്യം തള്ളിക്കളയുമെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ഔദ്യോഗിക പ്രസംഗത്തെ രാഷ്ട്രീയ പ്രസംഗമാക്കി മാറ്റി മോദി പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നുവെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിക്കുമ്പോൾ തന്നെ പാർലമെന്റിനുള്ളിലെ ഈ വോട്ടിംഗ് പരാജയം മോദിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വോട്ടർമാരെ കയ്യിലെടുക്കാൻ വനിതാ സംവരണം ഒരു കവചമായി ഉപയോഗിക്കാൻ നോക്കിയ മോദിക്ക് സോണിയാഗാന്ധി പുറത്തുവിട്ട പഴയ കത്തുകൾ ഇപ്പോൾ ഒരു കുരുക്കായി മാറിയിരിക്കുകയാണ്. 8 വർഷം മുമ്പ് കോൺഗ്രസ് നൽകിയ പിന്തുണ ഉപയോഗിച്ച് ഈ ബില്ല് പാസ്സാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ അർഹമായ ഇടം ലഭിക്കുമായിരുന്നു. എന്നാൽ അന്ന് നിസ്സംഗത പാലിച്ച സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയാത്ത നിബന്ധനകൾ വെച്ച് സ്ത്രീകളെ വീണ്ടും വഞ്ചിക്കുകയാണെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന വിമർശനം. സോണിയയും രാഹുലും നടത്തിയ ഈ നീക്കം വരും ദിവസങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറും. മോദിയുടെ ഓരോ അടവിനും മറുപടിയായി കൃത്യമായ രേഖകൾ നിരത്തി കോൺഗ്രസ് നടത്തുന്ന ഈ പോരാട്ടം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്.